എല്ലാ കാര്യം ജീവിതത്തിൽ എൻജോയ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പാട്ടുകാരനാണ്. അതെ. അങ്ങനെ നഷ്ടപ്പെട്ട പ്രണയം വല്ലതും ഉണ്ടോ? പിന്നെ ഒരേ ഇത് തന്നെ അല്ലാണ്ട് ഞാൻ മാത്രം അങ്ങനെ അടിച്ചു കിടക്കാണോ? വീട്ടിലെന്താ വിളിക്കുന്നത്? നിക്കാന്നാണ്. വൈഫ് എന്താ വിളിക്കുന്നത്? അതിപ്പോ ഓരോ വിഷയങ്ങൾക്ക് അനുസരിച്ച് ഒരു കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഭാര്യ സമ്മതിച്ചാലല്ലേ നമുക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കല്യാണം നമ്മൾ ആലോചിക്കാൻ പോലും നമുക്ക് ഗ്യാപ്പില്ല. കാരണം എവിടെ നിന്നൊക്കെയാണ് പാത്രം കൊണ്ട് ഏറ് വരാ. അങ്ങനെ പാത്രം കൊണ്ട് ഏറ് കിട്ടിയ എന്റെ പാടാണ് കണ്ടിരിക്കുന്നത്. ഞാനത് ഓർത്തു. നിങ്ങളെങ്ങനെ ഏത് ലോകത്തെ ജീവിക്കുന്നത്? 1970 എന്ന് ഇന്റർവ്യൂ തീരുമാനമുണ്ട്. പെട്ടെന്ന് നമുക്ക് ലോട്ടറി അടിച്ച് ഒരു 12 കോടി, അതിന്റെ റിയാക്ഷൻ എങ്ങനെയാ ഒന്ന് കാണിക്കാം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ശാലു. ഇന്ന് എൻ്റെ കൂടെയുള്ള ആളെന്ന് പറയുന്നത് ഒരു നടനാണ്. ആൻഡ് ആ ഒരു നടനെ നിങ്ങൾ ഓർക്കണമെങ്കിൽ ഞാനൊരു പാട്ട് പാടിയാൽ മതി. നമ്മുടെ ഹാപ്പി വെഡിങ്, ഒമർ ലുലു സംവിധാനം ചെയ്ത ഹാപ്പി വെഡിങ്ങിലെ ഇഷ്ടമല്ലേ എന്ന പാട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലേ? യെസ്, എൻ്റെ കൂടെയുള്ളത് പരീക്കുട്ടിയാണ്. ഹലോ. ആ ഇൻട്രോ കണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ സൈഡിൽ കൂടെ. എൻ്റെ ഇൻട്രോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലേ? പിന്നെ ഇതെന്താണ് കോമ്രേഡ് ക്യാപ്പ് ഒക്കെ വെച്ചിട്ട്? പിന്നെ കമ്മ്യൂണിസ്റ്റ് ആണോ? അല്ല, ഇത് വെറുതെ തൊപ്പി വെച്ചതാ. ഓക്കെ, ഒരു ഭംഗിക്ക് വെച്ചതാണ്. വേണ്ട, രസമുണ്ട്. ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് ആള് വന്നിരിക്കുന്നത്. ഒരു യൂണീക്ക് ആയിട്ടുള്ള ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പെക്സ് ഒക്കെ വെച്ചേക്കുന്നേ അത് ഒന്നും ചുമ്മാ വെച്ചതാ. മാറ്റണോ? വേണ്ട, മാറ്റിട്ട്. ഇത് എന്തിനാണ് മാറ്റണത്? ഞാൻ ചുമ്മാ കാഷ്വലായിട്ട് ചോദിച്ചത്, എന്തിനാ മാറ്റുന്നത്? ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ ലൈം ലൈറ്റിലൊന്നും കാണുന്നില്ല. ഹാപ്പി വെഡിങ് ഇറങ്ങിയ സമയത്ത് നടനെ എല്ലാവരെക്കാളും ഭയങ്കര കത്തി നിന്ന ടോപ്പിക്കാണ് പരീക്കുട്ടി എന്ന് പറയുന്നത്. ആ ഇഷ്ടമല്ലേ പാട്ട് ഓർക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പരീക്കുട്ടി മറ്റേ ഗിത്താറും പിടിച്ച പാട്ട് പാടുന്ന രംഗമാണ് ഓർമ്മ വരുന്നത്. സോ എന്താണ്, എവിടെയാണ് താങ്കൾ ഇപ്പോൾ? ഞാന് ഇവിടെ തന്നെ ഉണ്ട്. ഞാന് കുറച്ച് പരിപാടിയായിട്ട് തിരക്കിലായിരുന്നു. എന്താണ് പുതിയ പുതിയ പരിപാടികൾ? കേക്കട്ടെ. കുറച്ച് പാട്ട്, എഴുത്തും മ്യൂസിക്കൊക്കെ. ഞാൻ പ്രോഗ്രാമിനാണ് പോണത് കൂടുതലും. അപ്പൊ അത് അങ്ങനെ ഒരു പ്രോഗ്രാമിന് പോണ ആ സമയത്ത് അങ്ങനെ കണ്ടിട്ടാണ് ഹാപ്പി വെഡിങ് ഒരു പാട്ടുകാരനെ വേണമെന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഞാൻ കേട്ടത് അങ്ങനെയല്ല, ഒരു കൂതറ പാട്ടുകാരെന്താ കേട്ടത്? അങ്ങനെ പറഞ്ഞാണ് വിളിച്ചത്. അതെ, ഒരു കൂതറ പാട്ടുകാരനെ വേണമെന്നാണ് വിളിച്ചത്. അപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പാട്ടാണ് നമ്മുടെ പാട്ട് എഴുത്തും പാട്ട് കമ്പോസറുമാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ വന്നപ്പോൾ നമുക്ക് ഒരു സന്തോഷം. ഇനിയിപ്പോൾ അങ്ങനത്തെ ഇതിന് കഥാപാത്രങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒമർ ലുലുവിന്റെ തന്നെ അഡാർ ലവല. പിന്നെ എന്താണ് സിനിമകളിലോട്ടൊന്നും വരാതെ? കാരണം അത്രയും കത്തി തിന്നിട്ട് പെട്ടെന്നൊരു സപ്രതീക്ഷയായി പോകുന്നു. കത്തി തിന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിനകത്ത് വരാ എന്നുള്ളത് ഈ സിനിമയുടെ പരിപാടിയിൽ വരാന്ന് പറഞ്ഞാൽ അത്ര പാടുള്ള സംഭവമല്ല. വന്നിട്ട് നമ്മളിങ്ങനെ കത്തി കത്തി നിൽക്കുക എന്നുള്ള പരിപാടിയിലാണ്. അപ്പൊ ഞാന് പാട്ടിന്റെ ഒരു പരിപാടിയാണ് ശരിക്കും. പാട്ടും എഴുത്തും ഇതൊക്കെയാണ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് സിനിമയിലൊക്കെ വരാം. എപ്പോഴും സജീവമായിട്ട് സിനിമയില് അങ്ങനെ ഇനിയിപ്പോ അങ്ങനെയൊക്കെ ഒരു സമയം വരാണെങ്കിൽ വരട്ടെ. ഇപ്പം ചാൻസ് ഒക്കെ വരുമോ? വരും, തീർച്ചയായിട്ടും വരും. കാരണം അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടോ? അതെ, തീർച്ചയായിട്ടും. കാരണം ഈ ഒരു 2 മൂവീസ് ചെയ്തു. പിന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 2 ഉണ്ടായിരുന്നു. പിന്നെ പലർക്കും അറിയില്ല സീസൺ 2 ഉണ്ടായിരുന്നു എന്നുള്ള കേസ് പലർക്കും അറിയില്ല. പലരും മറ്റേ കൊറോണക്ക് ആ ഒരു ഇതില് നിർത്തി. നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോകാൻ പാടില്ലേ? എന്തിനാണ് എല്ലാരും എന്നോട് എങ്ങനെ ചോദിക്കുന്നത്? വിളിച്ചാൽ പോവാം, എന്നെ വിളിക്കട്ടെ. പറഞ്ഞു ഞാൻ വിളിക്കോ? അവിടെ പോണെന്നുണ്ടോ? നോക്കാം. മിക്കവാറും ഇപ്പൊ ഒരു ആങ്കർ പോയിട്ട് തിരിച്ചു വന്നു. അതുപോലെ ഞാനാവും. അങ്ങനെ ആരെങ്കിലും പോവാൻ നേരത്തെ കൈകൊട്ടാണ്ടിരുന്നായി. ആണല്ലേ? കൈകൊട്ടാതെ ഇരുന്ന് കരഞ്ഞ് നിന്നാ മതി. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ കേസാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു സീസണില് നമ്മുടെ അപ്പാണി ശരത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പോയിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ ആരുടെ ഒരു നോട്ടീസും ഇല്ല. അതുപോലെ ആയിപ്പോയി. കാരണം ഈ ബിഗ് ബോസിൽ പോയവരെ പിന്നെ ആരും കാണില്ല എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളെ
ഒരു ഇപ്പൊ ഹൈപ്പ് അല്ലെങ്കിൽ നമുക്കൊരു പോപ്പുലാരിറ്റി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒരു ശാശ്വതമായിട്ട് അതിനെ വിശ്വസിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കണ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉള്ളൂ. ഇപ്പൊ എൻ്റെ കാര്യം അങ്ങനെ ഒരുപാട് പ്രിയ വാര്യരുടെ കാര്യം എടുത്തു. പ്രിയ ആധാർ ലെവലിൽ കിട്ടിയ ഹൈപ്പ് ഓർക്കണ്ടോ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞാൽ ആ കുട്ടി ഭയങ്കര ഹൈപ്പായിട്ട് പെട്ടെന്ന് ഒരു ഇതുപോലെ തന്നെ ഒരു ഗ്രോത്ത് താഴെ വന്നു. പിന്നെ ആ കുട്ടി ആദ്യം മുതലേ ഫസ്റ്റ് മുതലേ അവള് എങ്ങനെ ഇപ്പൊ പ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വർക്ക് ചെയ്തതിന്റെ പൊസിഷനിലാണ് ഉള്ളത്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കലാകാരി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡാർലോടെ സമയത്ത് കാണുമ്പോഴും പിന്നെ അതിന് ശേഷം ആള് ഹൈപ്പ് പെട്ടെന്ന് തന്നെ ആൾക്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഹൈപ്പ് കിട്ടി. പിന്നെ അതിന്റെ ഓളൊക്കെ പോയി, പിന്നെ ട്രോളായി. അങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ ഞാനൊക്കെ അത്രതും അതെ, അത് കറക്റ്റ് ആണ്. കാരണം അത് ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിപ്പോയി, ഹിന്ദി മൂവിയിലടക്കം പോയി ചെയ്തു. അതിനുശേഷം പിന്നെയും ഇപ്പൊ VK പ്രകാശ് സാറിന്റെ കൊറോണ ലൈവ് ആണ് പടത്തിന്റെ പേര്, അറിയില്ല. ലൈവ് അല്ലേ? അപ്പൊ അങ്ങനെ ആ കുട്ടിക്ക് ഭയങ്കര മനോധൈര്യവും അതിനുള്ള പാഷനും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രിയ നിൽക്കുന്നത് പുള്ളിക്കാരത്തി വർക്ക് ചെയ്ത് എടുത്ത റിസൾട്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പൊ ഹാപ്പി വെഡിങ്ങിൽ വന്നു അല്ലെങ്കിൽ അടാറിലവർ വന്നു, അതൊക്കെ ശരിക്കും ഞാനിങ്ങനെ ഇതൊക്കെ ഞാനിങ്ങനെ ഇതിനകത്ത് വന്നേ എങ്ങനെയാണ് ശരിക്കും ഞാൻ വെഡിങ്ങിന് അല്ലെങ്കിൽ സ്റ്റേജിനൊക്കെ പ്രോഗ്രാമിന് മ്യൂസിക്കിന്റെ പരിപാടിയിലാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് മുകളിലുള്ള ആളുടെ തീരുമാനങ്ങളാണല്ലോ. ഇനിയിപ്പോ തമിഴ് പടത്തിൽ പോയാൽ കൊള്ളാമെന്ന് എനിക്ക്. തമിഴില് ട്രൈ ചെയ്യുന്നുണ്ട്. തമിഴ് ലുക്ക് ഉണ്ടോ? എല്ലാ ലുക്കും ഉണ്ട്. നമുക്ക് ഏത് ലുക്ക് വേണേലും എടുക്കാം. ഇപ്പൊ നമുക്കൊരു വില്ലൻ ലുക്ക് എടുക്കാം, ഒരു ഫണ്ണി ലുക്ക് എടുക്കാം, ഏത് ടൈപ്പ് വേണേലും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അടിപൊളിയാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു കഴിവ് ഇതുണ്ട്. കാരണം നമ്മള് പരിക്കുട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അതാണ്. അല്ല, ആ പരിക്കുട്ടിയല്ല. എന്ന് വെച്ചാല് നമ്മുടെ ഈ പരിക്കുട്ടിയെ പറ്റി പറയുമ്പോൾ നമുക്ക് ഹാപ്പി വെഡിങ് പരിക്കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ആ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒളിച്ചോട്ടവും പിന്നെ കല്യാണവും പിന്നെ ആ ഒരു കോളേജ് ഡേക്ക് പാട്ട് പാടുന്നതും ഈ ഒരു സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും ആളുകൾ ഒരു അതിലെ മെയിൻ ക്യാരക്ടർ സിജു വിൽസണെ ഓർക്കുന്ന അതേടൊപ്പം പിന്നെ ഈ പരിക്കുട്ടി എന്ന് പറയുന്ന ആൾ ഓർക്കുമ്പം അത് ചിന്തിക്കേണ്ട ഇത്തിരി സീക്വൻസിലേ ഉള്ളൂ എങ്കിലും അത് വളരെ ഒരു ഇമ്പാക്റ്റ് മലയാളി ഓഡിയൻസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വരെ എത്തിയതും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ബിഗ് ബോസിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ ആൾ അങ്ങ് ആക്റ്റീവായാലും ആളെ കാണുന്നില്ല എന്നുള്ളൊരു ഇത് തോന്നിയത്. അതെന്താണ് പിന്നീട് അങ്ങോട്ട് ട്രൈ ചെയ്യാത്തത്? ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം. എന്താണ് പറഞ്ഞത്? ഒന്നും പറയാൻ പറ്റില്ല, പുറത്ത് പറയാൻ പാടില്ല. അത് ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്രയോ അത് 2ാമത്തെ സീസൺ ആണ്, ഇപ്പൊ 7ാമത്തെ സീസൺ ആയി. അത് കഴിഞ്ഞ് 5 സീസൺ ഇങ്ങോട്ടേക്ക് മുന്നോട്ട് വന്നു, എന്നിട്ട് അതൊന്നും പറയാൻ പാടില്ല. ഓക്കെ, അങ്ങനെ കോൺട്രാക്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മളെ ആക്റ്റീവായിട്ട് നിക്കാന്നുള്ളതാണ്. നമ്മള് ചിലപ്പോ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നിന്നാൽ പോലും എല്ലാവരും കാണുമെന്നില്ല. ഈ കല എന്ന് പറയുന്ന സംഭവത്തിന്റെ പുറകെ നിൽക്കുക. അപ്പൊ നമ്മളിപ്പോ ശരിക്കും ഇതിന്റെ പുറകെ തന്നെ ഉണ്ട്. ഇപ്പൊ സിനിമ അല്ലെങ്കിൽ പാട്ടിന്റെ പുറകെ ഓരോ ആൾക്കാരെ വിളിക്കലും ഡയറക്ടർമാരെ വിളിക്കലും. ഇപ്പൊ ഏതിലൊരു ഡയറക്ടർക്ക് തന്നെ എന്റെ ഫിഗറിന് പറ്റിയൊരു പരിപാടി വന്നാലാണ്. തീർച്ചയായിട്ടും വരട്ടെ. പിന്നെ ആശംസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് കാലം ലൈംലൈറ്റ് കാണുന്നില്ല, ആള് ഭയങ്കര ഉൾവലിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നി. എനിക്ക് റഹ്മാൻ സാറിനൊന്ന് കാണുന്നുണ്ട്. അപ്പൊ അത് ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കാണ്. തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾ നടക്കും, നടക്കാതെ എവിടെ പോകാനാണ്. കാരണം നേരത്തെ പറഞ്ഞു ഹാപ്പി വെഡിങ് ഒട്ടും പ്രതീക്ഷ സംഭവമല്ല, ഒരു പാട്ടുകാരനായിട്ട് പോവാ എന്ന് വിചാരിച്ചതാണ്. അപ്പൊ ശരിക്കും പാട്ടുകാരനാണ്. അതെ, അല്ല അതാണ് എനിക്കറിയാം, ശരിക്കും പാട്ടുകാരനാണ്. അതെ, ശരിക്കും അതാണ് റഹ്മാൻ സാറിനെ കാണുന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് ഞാൻ പറഞ്ഞു വന്നത്. അയ്യോ, ആ രീതിയിലുള്ള ട്രോൾ. ഹാപ്പി വെഡിങ്ങില് പരീക്കുട്ടി തന്നെയാണല്ലോ എന്റെ പേര്. അതെ, അപ്പൊ ആ പേരും അതിനകത്ത് കുറച്ച് ഇതുണ്ട്. കാരണം ഇപ്പൊ വേറെ നിയാസ്ന്നോ അല്ലെങ്കിൽ നല്ല മുസ്തഫ എന്നൊക്കെയാണ് ചിലപ്പോ അത്രയും ഇല്ല ശ്രദ്ധിക്കില്ല. അത് ആ പരീക്കുട്ടി എന്റെ പേര് തന്നെ അതിനകത്ത് ഇട്ടപ്പോ അത് എനിക്ക് കൂടുതലും ഈ പ്രോഗ്രാം ആയാലും എന്റെ പേരും കുറച്ച് ഫേമായി കിട്ടി. അങ്ങനെ ഹാപ്പി വെഡിങ് അതാണ്. പിന്നെ ഇപ്പൊ ഒരു പടം വന്നിട്ട് കേട്ടോ, ഷെയ്ൻ ടോം പ്രൊഡക്ഷൻ, ചാക്കോ പ്രൊഡക്ഷൻ, ഏഞ്ചൽ നമ്പർ 16 എന്ന് പറഞ്ഞിട്ട് അതില് റോളുണ്ട്. അതിനകത്തൊരു കപ്പ്യാരായിട്ട്
ഒരു കൊല്ലത്തിൽ ഒരു പടത്തിൽ വന്നാൽ മതി നല്ല കഥാപാത്രമാണ്. അതെ, എല്ലാ പടത്തിലും പോയി അഭിനയിക്കും അങ്ങനെയൊന്നുമില്ല എനിക്ക്. ഒരു വർഷത്തിലൊരു പടം. പിന്നെ അതാരോ കുട്ടി പറയുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, ഒരു നടനുണ്ട് എല്ലാ പടത്തിലും പോയി തല വെച്ച് കൊടുക്കുന്നത്. ആ നടനെ ആണോ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ആ നടൻ എന്നെ ട്രോളി വരും. ധ്യാൻ ശ്രീനിവാസൻ. അതൊന്നും നല്ല കാര്യമല്ലേ. പുള്ളിക്ക് വർക്ക് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടം. നമുക്ക് അങ്ങനെ ഏതിലും ഒരു നല്ലൊരു പടത്തില് ഒരു ഭാഗമാകാം. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ഞാൻ അങ്ങനെയാണ്. ഇനിയിപ്പോ കൊറേ പടങ്ങൾ വന്നാലും നമുക്ക് ചെയ്യണതിന് കുഴപ്പമില്ല. ഇല്ല, നമ്മള് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അപ്പം വില്ലനായിട്ടാണോ എന്താണ്? അത് സസ്പെൻസ് ആയിരിക്കും അല്ലേ? എപ്പ ഇറങ്ങും അത്? ഈ പടം അതിപ്പോ അടുത്തിറങ്ങും. അത് ഏഞ്ചൽ നമ്പർ 16 ഷെയ്ൻ ടോം നായകനായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കും. കണ്ടിട്ട് ഞാൻ എന്തായാലും അയക്കുന്നുണ്ട്. പിന്നെ ബാഡ് ബോയ്സ് പാടിയായിരുന്നു, അത് അറിഞ്ഞായിരുന്നു? ബാഡ് ബോയ്സിലുണ്ട് മറ്റേ ആരംഭം തുളുമ്പെന്നുള്ള പാട്ടില്ലേ? അത് പാടിയത് പരികുട്ടിയാണ്. അതിനകത്ത് മറ്റേ പാട്ടുകാർ ആരൊക്കെ എനിക്കറിയാം. ആരംഭം തുളുമ്പുന്ന പാട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മാരേജ് സോങ്. അതിനകത്ത് പരിക്കുട്ടീനൊക്കെ എഴുതിയുണ്ട് ഉണ്ടല്ലേ? അപ്പൊ പാടി അതിലും പ്ലേ ബാക്ക് സിംഗറാണ്. ഞാൻ വിചാരിച്ചു ഒമർക്ക വിട്ടോ, ഒമർക്ക് അങ്ങനെ വിടൂല. ഒമർക്ക് ഒരാളെ കൈ പിടിച്ചുകൊണ്ടെന്ന ഒമർക്ക് എപ്പോഴും ഉടനീളം ഒമർക്കേനെ വിട്ടു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ ഒമർക്ക് എല്ലാവരെയും കൈ പിടിച്ച് കൊണ്ടുവരുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് പേർക്ക്, ഇപ്പം പ്രിയ വാര്യർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഒമർക്ക എന്ന് പറയുന്നത്. സോ അങ്ങനെ കൈവിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പം ബാഡ് ബോയ്സിൽ എനിക്ക് വലിയ പരിപാടി ഒന്നും ഉണ്ടായില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ഈ ആരംഭം തുളുമ്പെന്നുള്ള പാട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഞാനിങ്ങനെ ചെന്ന് ഹോട്ടൽ റൂമിൽ ചെന്ന് ശല്യപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചടങ്ങിയാലാക്കി ആ പാട്ടിൻ്റെ തലേ ദിവസം അറിയാം സ്റ്റുഡിയോയിൽ പോകണം. അപ്പോൾ അതിനകത്ത് വിനീത് ശ്രീനിവാസനാണ് ലീഡ് ചെയ്ത് പാടിയേക്കണേ. അപ്പോൾ ഞാനും അതിനകത്ത് എനിക്കും പാടാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നത് ആരംഭം തുളുമ്പ്. അതിൻ്റെ പ്രൊമോഷനൊക്കെ ഞങ്ങൾ ബാഡ് ബോയ്സിന്റെ പ്രൊമോഷനൊക്കെ പോയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി പാട്ടൊന്ന് പാടാവോ? ഇഷ്ടമുള്ള പാട്ടല്ലേ? ഇഷ്ടമുള്ള പാട്ട് പാടണം, പാടാതെ വിടില്ല. ആരംഭം തുളുമ്പും ചെങ്കാതിർ മുഖം മാറും കണ്ട് നേരം പോക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്ന് കുടിച്ചിടുവാനേ പേരിമ്പക്കനിയാളോടുള്ളിലെനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വെച്ചെടുത്താലും കള്ളികളെല്ലാം പൊളിഞ്ഞ് താമരപ്പൂ ഒരു വാക്കും വിള്ളിയതില്ലാതിരിഞ്ഞ് കണ്ണാളേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരുമിച്ചൊരു പെണ്ണാളേ നിന്റെ പേരഴും പവിഴച്ചിരിയൊന്ന് ഞാനൊരിറ്റ് നുണച്ചിടുമെന്ന് മുത്തേ മുഹബത്തിൻ്റെ തത്തെ പുന്നാരക്കുട്ടി തത്തെ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിടു ദേവി മുല്ലമലർ മണമുള്ളൊരു പൂവി മാഞ്ഞാളം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചാളെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടും എന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിൻ ആരാണി ഉലകത്തിൽ തേനേ. അടിപൊളി, നല്ല രസമുണ്ട്. അതെ, അപ്പൊ ഞാൻ പിന്നെ ആദ്യം ഞാൻ ഹാപ്പി വെഡിങ് ആ സമയത്ത് കണ്ട സമയത്ത് വിചാരിച്ചു ഓക്കെ വേറെ ആരായിരിക്കും പാടുന്നത്. അപ്പൊ ഇഷ്ടമല്ലേ പാടിയത് പരികുട്ടി തന്നെയാണ്. എന്നാലും അതെ അതെ. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി പാടിയത് പരികുട്ടി തന്നെയാണെന്നുള്ളത്. അപ്പം ഒരു കൂതറ പാട്ടുകാരനായിട്ട് ഒമർ ലുലു വിളിച്ചു വരുത്തിയതാണ്. ഇപ്പൊ ഇവിടെ എന്റെ മുന്നിലിരിക്കുന്നു. ഓക്കെ, അപ്പം ഇതെന്താണ് ഈ സ്റ്റൈലൊക്കെ? ഇപ്പോഴാണ് ഞാൻ ആ മാല കാണുന്നത്. കൊള്ളാലോ, നല്ല യൂണീക്ക് ആയിട്ട്. ഡയമണ്ട് ആണോ ഇത്? നമ്മുടെ ഡയമണ്ട് നെക്ലേസ് അനിയൻ. അടിപൊളി, കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു അതെ, കാരണം നോർമലി ആൾക്കാർ വരുന്ന പോലെയല്ല, ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നൈസ്, അടിപൊളി. മിക്കവാറും എന്നെ വന്നപ്പോ വണ്ടി കിടന്ന് മാല എടുത്തിട്ടാണ്, ചുമ്മാ എടുത്തിട്ടാണ്. വെറുതെ ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വന്നിട്ട് അലങ്കാരം കുറയ്ക്കരുതല്ലോ, നമ്മൾ ഇരിക്കുമ്പോ എല്ലാ ഇതിലും ഇരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് വന്നതാണോ? അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടും കൂടി ഇല്ല. ഞാൻ സാധാരണ ഇങ്ങനെ വന്നു.
എനിക്ക് എന്തോന്ന് തോന്നുന്നു ഇന്നൊരു കഷ്ടകാലം തോന്നുന്നു അത് വേറൊന്നുമില്ല. എനിക്ക് ട്രോളുകളുടെ പെരുമഴ വരാനുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് ട്രോളിന് ഇരയായിക്കൊണ്ടിരിക്കുക. എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നല്ല എനിക്ക് കിട്ടുന്നത്. ഇത് സമ്മതിക്കാന്നല്ല, ഇതുപോലത്തെ ഇത് സമ്മതിക്കാന്നല്ല കേട്ടോ. ഇത് എന്റെ മാമാടെ പോലെ തന്ന അല്ലു. ഇതുപോലത്തെ ഒരു മാല സമ്മതിക്കാൻ തന്നായിരുന്നു. അതിനകത്ത് ഇങ്ങനെ കുരിപ്പുണ്ട്. ഇതിനകത്ത് കുരിപ്പില്ലല്ലോ. ഇല്ല, കുരിപ്പൊന്നുമില്ല. കുരിപ്പല്ല, കുരിപ്പ് കുരിപ്പ് ഞാൻ കേട്ട കുരിപ്പ് അല്ലു വന്ന അല്ലു ഈ മുത്തുമുത്ത് പോലെ ഇല്ലല്ലോ എന്നാണ്. അതെ, പാട്ടൊന്ന് പാടി നോക്കട്ടെ. ആ പാട്ട് കേട്ടോ? ഉണ്ട്. മുത്തുമഴ എനിക്ക് പാട്ട് അങ്ങനെ പാടിക്കോ, നല്ലായിരിക്കും. എനിക്ക് അങ്ങനെ വരികൾ നോക്കണം. എനിക്ക് ഒരു മിനിറ്റ് പാട്ട് പാടൂലേ ശരിക്കും? ചെറുതായിട്ടാ. ഇയാള് പാട്ട് പാടിയ ഇന്റർവ്യൂ വന്നല്ലോ. ഇല്ല, ഞാൻ പാട്ടുപാടി അങ്ങനെ വരാറില്ല. എങ്ങനെ പോണു കാര്യങ്ങളെല്ലാം? ഓ, അടിപൊളിയായിട്ട് തോന്നുന്നു. ഞാനാണ് ഇപ്പൊ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്, അതോ പരിക്കുട്ടിയാണോ? ഇങ്ങനെ സജീവമായിട്ട് കാണാം ഇന്റർവ്യൂലൊക്കെ. ഓക്കെ, എന്താണ് അടുത്ത പരിപാടികള്? ഇങ്ങനെയൊക്കെ പോകുന്നു. നമ്മള് ആങ്കറിങ് ചെയ്ത് ഒരു വഴി കൂടെ പാവങ്ങളായി ഞങ്ങൾ വല്ല പ്രൊമോഷൻ വർക്ക് ഒക്കെ ചെയ്ത് ദിവസം ഇങ്ങനെ തലത്തിലേക്ക് പോകുന്നു. കൊറേ പൈസ കിട്ടൂലേ പ്രൊമോഷനൊക്കെ? കൊഴപ്പില്ല, ജീവിക്കാനുള്ളത് കിട്ടുന്നുണ്ട്. ഇങ്ങനെ സ്റ്റൈലായിട്ട് വന്നതിന് ഇപ്പൊ എത്ര മുടക്കുണ്ട്? അല്ല, ഇത് കൊളാബും കാര്യങ്ങളൊക്കെ പിടിച്ചാണ് നമ്മള് പോകുന്നത്. നമ്മള് എല്ലാം കൊളാബിലാണ് നമ്മുടെ ഇത് ഇരിക്കുന്നത്. ഓക്കെ, പാടാലോ? പാടാം. പരിക്കുട്ടി ഒരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കാതിരിക്കാൻ പറ്റില്ല. മിക്കവാറും ട്രോള്. മുത്തുമഴ ഇങ്ങ് കൊട്ടിത്തീരാതോ, മുല്ലയിരവുകൾ പത്തിയെറിയാതോ, ജാനോദം മരുദം ദം ഇങ്ങ് ഒന്നും കയ്യിൽ സ്വർഗം, പൊല്ലയിരവോ സൊല്ലാവുരവോ. എനിക്ക് അത്ര അറിയത്തുള്ളൂ, വേറെ അറിയത്തില്ല. എന്നെ ഏറെ കേട്ടോ. ഒരു ബിറ്റ് നമുക്ക് ഇടയിന്ന് പാടാം. അതെനിക്കറിയുള്ളൂ. എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞു. അതെ, അവിടെ നിന്ന് കാലെ കനവിലെ കാതൽ കൊണ്ടേൻ കൺവിഴിത്തേനവൻ കാണവില്ലേ, കൺവിഴിത്തേനവൻ കാണവില്ലേ, കൺവിഴുന്തേനവൻ. അത് മൂന്നോട്ടുണ്ട്. എന്നോട് എനിക്ക് ലിറിക്സ് അതെ, അവിടെ നിന്ന് വരി തീരവില്ലേ, കണ്ണാലെ കണ്ണീരിൻ കണ്ണാള. പരിപാടി പറ്റൂല. അടുത്ത കാണുമ്പോ പഠിക്കിട്ട് വന്നോട്ടെ. എനിക്ക് അങ്ങനെ, ഞാൻ പാട്ടിലല്ല എക്സ്പേർട്ടൊന്നും അല്ല, പാട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. ഞാനും പാട്ടിൽ എക്സ്പേർട്ടൊന്നും അല്ല. പക്ഷെ പരിക്കുട്ടിയുടെ കോൺഫിഡൻസ് കണ്ട് ഞാനൊരു കോൺഫിഡൻസ് പാടിയതാണ്. മിക്കവാറും എനിക്ക് അത് ഞാനിപ്പോ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പൊ ഞാനാണോ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത്? അതെ, ഞാനാണോ? അതാണ്. എന്തായാലും മിക്കവാറും എനിക്ക് കിട്ടേണ്ടത് വയറ് നിറച്ച് കിട്ടിക്കാരും. സംഭവം പുള്ളിക്കാരത്തിയെടുത്ത് ഇന്റർവ്യൂ വന്നപ്പോ നമ്മള് ഓൾറെഡി അങ്ങോട്ട് ഒന്ന് പൊക്കി ഓണാക്കി നിർത്തിയല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇനിയിപ്പോ എന്തായാലും ഇന്റർവ്യൂ കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഇതിൽ കൂടെ ആണ്. അപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യാനാണ് ഇപ്പൊ വന്നേക്കുന്നത്? അല്ല, നിങ്ങൾക്ക് എന്തായാലും ഒരു പോസിറ്റീവ് വൈബ് ആണല്ലോ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ കൂടെ വന്നപ്പോ കിട്ടിയത് എനിക്ക്. അപ്പൊ ഞാനും കൂടെ ഇന്റർവ്യൂ എടുത്താലെന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ ചാനലിൽ ഒരു ഇന്റർവ്യൂവിന് വിളിക്കാട്ടോ. ഓ, അപ്പൊ പരിക്കുട്ടീന്റെ ചാനലില് ഞാൻ ഗസ്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. വെറുതെ പറഞ്ഞല്ലോ? വെറുതെ പറഞ്ഞാണോ? അല്ലല്ല, ചാനൽ തുടങ്ങിട്ട് തീർച്ചയായും എന്നെ ട്രോൾ ചെയ്താണോ? അല്ലാതെ നോക്കാൻ. പരിക്കുട്ടി സീരിയസ് ആയിട്ടാണ് പറയുന്നത് അതോ തമാശയായിട്ടാണ് പറയുന്നത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ എനിക്ക് ആ പാട്ട് വലിയ വശമൊന്നുമില്ല. പക്ഷെ ഇത് കൂടാതെ ഇനി ഗസൽ പാട്ട് കാര്യങ്ങളൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ട്. ഒന്ന് പാടിയാലോ? ഗസൽ പാട്ടാ? മിക്കവാറും എന്നെ കൊണ്ട് ഗസൽ പാടിക്കും. പക്ഷെ എനിക്ക് പാടാറില്ല. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഗസൽ പാട്ട് ഒക്കെ ഇഷ്ടമാണെന്ന് അറിയാൻ പാടില്ല. എന്നാലും എനിക്കിഷ്ടമാണ് ഗസൽ പാട്ടൊക്കെ, ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു വൈബിലുള്ള നമ്മള് DJ മാപ്പിള പാട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാം, അടിപൊളി. DJ മാപ്പിള പാട്ട് എങ്ങനെ ഉണ്ടാവും?
എനിക്ക് തോന്നുന്നു അതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ നമ്മുടെ ഡെപ്സിയൊക്കെ മറ്റേ മലബാർ ഗ്യാങ് ആ ഒരു പാട്ടൊക്കെ ചെയ്ത് ഒറ്റയടിക്ക് അത് ഭയങ്കരമായിട്ട് കയറിപ്പോയത്. പിന്നെ ഇപ്പൊ കുറച്ച് DJ മിക്സ് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഭയങ്കരമായിട്ട് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് വിജയിക്കും, ഉറപ്പാണ്. അപ്പൊ ഏതാ ഗസലേതാ? ഗസൽ ഏതാണ് അറിയാവുന്നത്? എന്നോട് അങ്ങനെ വെച്ചാൽ എനിക്ക് അങ്ങനെ ആയിട്ടൊന്നും അറിയില്ല, പക്ഷെ ഞാൻ കേൾക്കാറുണ്ട്. ഗസൽ എപ്പോഴും ഞാൻ പാടാറുള്ള പാട്ട് ഉമ്മായിക്കാട് ഒരു പാട്ട്, നിറ കണ്ണുമായി എൻ്റെ വാതിൽ കലെത്തിയ അനുരാഗ സംഗീതമേ, നിൻമിഴി നീർ ചുമയ്ക്കുമാ കവിളിണമായാത്തൊരനുഭൂതി മാത്രമാണോ എന്നിൽ നിറ കണ്ണുമായെൻ്റെ വാതിൽ കലെത്തിയ അനുരാഗ സംഗീതമേ, കണ്ട നാൾ തൊട്ടെൻ്റെ വീണയിൽ നീ എന്ന സംഗീതമായിരുന്നു, തൊട്ടതിനെല്ലാം പിണങ്ങുവാൻ ജീവന്റെ ഹൃത്തുടിപ്പുണ്ടായിരിക്കും. കേട്ടോ പാട്ട്? ഈസ്റ്റ് കോസ്റ്റിന്റെ. പിന്നെ റാസാബീഗത്തിന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പാട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. റാസാബീഗത്തിന്റെ ഫസ്റ്റ് പാട്ട് തന്നെ ഓമലാളെ നിന്നെ ഓർത്ത്. ഓമലാളെ നിന്നെ ഓർത്ത് സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു. ലിറിക്സ് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ നിനക്കൊരു മാല. പിന്നെ മഴച്ചാറുമിടവരിയിൽ. ഇതും കേട്ടിട്ടുണ്ട്. അപ്പൊ ഗസല് നല്ല അടിപൊളിയായിട്ട് പാടി, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് എന്താന്ന് വെച്ചാൽ പരീക്കുട്ടിയുടെ ഉള്ളിന്ന് എടുത്തത് എന്ന് വെച്ചാൽ എൻജോയ് ചെയ്തിട്ടാണ് പാടുന്നത്. എല്ലാ കാര്യം ജീവിതത്തിൽ എൻജോയ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ലൈഫ് എൻജോയ് ചെയ്യാറുണ്ടോ എന്നാണ്. അതായത് നമ്മളൊരു ഇഷ്ടത്തോടു കൂടിയാണല്ലോ. ഇപ്പൊ നമുക്ക് പാട്ടും ഇതൊന്നും പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ അതിങ്ങനെ ഒരു നമുക്ക് ഉള്ളിൽ എപ്പോഴും പാട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പാട്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. പാടനേക്കാൾ ഉപരി നമുക്കൊരു പാട്ട് കേട്ട് ആസ്വദിക്കാൻ പറ്റണ തന്നെയാണ് ഏറ്റവും വലിയ ഒരു സംഭവം. ഒരു പാട്ടിന്റെ ഫീല് അത് മനസ്സിൽ കിട്ടിയത് പാട്ട് കേൾക്കുക, അതിന്റെ ഫീല് കിട്ടുമ്പോൾ അതാണ് ഏറ്റവും നമ്മൾ അനുഭവിക്കുന്ന അനുഭൂതി. ഓക്കെ. ഇപ്പം ഈ ഗസലൊക്കെ ഇഷ്ടപ്പെടുന്നവര് ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ആളുകളാണെന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഭയങ്കര കോടീശ്വരന്മാരാ ഗസൽ കേൾക്കണത്. അതായത് മില്യണേഴ്സൊക്കെയാണ് ഗസൽ. റേഞ്ച് റോവർ ബയോഗ്രഫിയിലൊക്കെ പോയിട്ട് ഒരു നീള തീരത്ത് അപ്പൊ നല്ല പൈസക്കാരാണ് ഈ ഗസൽ കേൾക്കാൻ. കാരണം പിന്നെ വിരഹങ്ങൾ അല്ല തമാശ പറഞ്ഞല്ല. അത് മാത്രല്ല പ്രേമിച്ചവരും അവിടുത്തെ വിളിച്ചു പറഞ്ഞു പ്രേമിക്കുന്ന ആളുകളും ഗസല് കേൾക്കാറുണ്ടെന്ന്. ഗസല് എനിക്ക് ഗസല് പ്രേമിച്ചവരും പ്രേമിക്കാത്ത, അതായത് ഗസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പരിപാടിയാണല്ലോ. അതായത് അങ്ങോട്ട് ഒഴുകി പോവാണല്ലോ. അപ്പൊ എന്തായാലും മനസ്സിൽ എന്തെങ്കിലും ഒരു ഗസല് കേട്ട് കഴിയുമ്പോൾ ഏത് വികാരത്തിലിരിക്കുന്ന ആൾക്കാർക്കായാലും ഒരു സമാധാനം കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഗസൽ കേൾക്കുന്നതെന്നാണ്. അതെ, അല്ലാതെ എനിക്ക് തോന്നുന്നു മുംബൈ കൂടുതലും ആയിട്ട് പ്രണയം രീതിയിലാണ്, ഏതോ ഒരു കാമുകീനെ കാത്തിരിക്കുന്ന ഒരു ടൈപ്പായിട്ടാണ് കൂടുതലും ഗസൽസ് ഇതാക്കിയിട്ടുള്ളത്. പിന്നെ പരീക്കുട്ടി തന്നെയാണല്ലോ. പണ്ട് പോലെ പരീക്കുട്ടി കടാപ്പുറത്തെ പോലെ ഇങ്ങനെ കർത്തവ്യം തേടി നടക്കാണല്ലോ, അതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ട പ്രണയം വല്ലതും ഉണ്ടോ? പിന്നെ ലിസ്റ്റ് പോന്നോട്ടെ. അങ്ങനെ നഷ്ടപ്പെട്ട പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് മറക്കാൻ. അപ്പൊ അൺലിമിറ്റഡ്. ശരിക്കും പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടണം, എന്നാൽ മാത്രമാണ് അതിന്റെ ഒരു തീവ്രത കിട്ടുള്ളൂ. പ്രണയിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ പിരിയാം, കാര്യങ്ങൾ തീരുമാനമാവും. പ്രണയിച്ച് അങ്ങോട്ട് പിരിയണം, അപ്പോഴാണ് ആ വിരഹം എന്നുള്ള സംഭവം കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് പ്രണയിച്ച ആൾക്കാരൊന്നുമില്ല. വീട്ടിലുള്ള ആൾക്കാർ മരിച്ചു. ഉമ്മച്ചിയുണ്ട്, അനിയന്റെ കല്യാണം കഴിഞ്ഞു, എനിക്ക് വൈഫ്, മോന്,
അനിയൻ, Okay. അനിയൻ്റെ മോള്. ഓക്കെ. അങ്ങനെ പെട്ടെന്ന് അല്ല അങ്ങനെയല്ല, പിരിയണമെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല, പിന്നെ നേരത്ത് ഇതുമ്പുവാനാശിച്ച നിറമിഴി മാത്രം ഞാൻ കണ്ടതില്ല. അത് ഉമ്പായിയുടെ പാട്ട്. ഓക്കെ. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഉമ്പായുടെ സോങ്സ് ആണ് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി വീണ്ടും ഇതിലോട്ട് വരാം. അപ്പൊ പ്രണയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു സമയത്ത് പല പ്രണയങ്ങൾ അല്ല ഒരു സമയത്ത് അല്ല, അതാ ഞാൻ പറഞ്ഞേ. എനിക്ക് പ്രണയം അങ്ങനെ ഇപ്പൊ ഒന്നുമില്ല. ഇല്ല, മുമ്പ് തേപ്പ് കിട്ടിയിട്ട് ഇപ്പൊ ഒന്നുമില്ല. അതിനെപ്പറ്റി അവള് സംസാരിക്കുന്നത് ഞാനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്റെ കാര്യം ചോദിക്കുമ്പോ ഞാൻ നിന്റെ കാര്യം ചോദിക്കണ്ടേ? അല്ല, അത് അങ്ങനെയല്ല. നമ്മള് ആങ്കറിനോടൊന്നും ചോദിക്കാൻ പാടില്ല. ഞാൻ അപ്പൊ ഇന്റർവ്യൂ ചെയ്യണം, അപ്പൊ ഞാനാണ് അങ്ങോട്ട് ചോദിക്കേണ്ടത്. ചോദിച്ചോ? ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് അപ്പൊ ഇങ്ങോട്ട് ചോദിക്കട്ടെ. 4ാം ക്ലാസ് മുതല് ഓരോ പ്രണയം ഉണ്ടാവൂലോ? നിനക്ക് എത്ര? അല്ല, എനിക്ക് അങ്ങനെയൊന്നും അല്ല. എനിക്ക് പിന്നെ എന്തിനാണ് വെറുതെ. ഓക്കെ, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ. അല്ല, പരീക്കുട്ടി പിന്നെ എൻജോയ് ചെയ്യുന്ന ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളാണ്. പ്രണയം തേപ്പ് കിട്ടി കഴിയുമ്പോ എല്ലാവർക്കും ഒരേ ഇത് തന്നെ, അല്ലാണ്ട് ഞാൻ മാത്രം അങ്ങനെ അടിച്ചു കിടക്കാണോ? പ്രണയം കഥ കഴിഞ്ഞു. വിരഹത്തിൻ വേദനയറിയാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു മോനായില്ലോ. അപ്പൊ അങ്ങനെ അങ്ങട് ഞാൻ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് ശേഷം പ്രണയിക്കുന്ന കുഴപ്പമൊന്നുമില്ല. വീട്ടില് അങ്ങനെ അവിടെ ഉള്ളവരൊന്നും അറിയാതിരുന്നാ മതി. പാസ്വേഡൊക്കെ ഇട്ട് വെക്കുക. അങ്ങനെ നേരെ നമ്മള് എല്ലാം ഇന്റർവ്യൂ വൈഫ് കാണുന്നുള്ള ടെൻഷനൊന്നും ഇല്ലേ? വൈഫ് കാണുന്നതിന് ഇപ്പൊ അതല്ലേ ഞാൻ പറഞ്ഞ, അവരറിയുള്ളല്ലോ നമ്മള്. ഇപ്പൊ ഇന്റർവ്യൂ കാണുമല്ലോ. കാണുമ്പോ പിന്നെ വീട്ടിലെന്താ വിളിക്കുന്നത്? ഇക്കാന്നാണ്. വൈഫ് എന്താ വിളിക്കുന്നത്? അതിപ്പോ ഓരോ വിഷയങ്ങൾക്ക് അനുസരിച്ച് പിന്നെ മാത്രമല്ല, നമ്മളിപ്പോ വേറെ സൂക്ഷിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ കല്യാണം കഴിഞ്ഞവര് നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞു ഓർത്ത് പ്രണയം മനുഷ്യന്റെ മനസ്സിൽ ചിലപ്പോ ഉണ്ടാവും. ഇപ്പൊ നമ്മള് വീട്ടിലെ കാര്യങ്ങളും ആ ഒരു വീട്ടിലെ സംഭവങ്ങളൊക്കെ നോക്കി അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ തിരക്കായിരിക്കും വേറെ, അല്ലേ? അമേരിക്ക പോലെ ഒന്നല്ല. പക്ഷെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കുമ്പോൾ നമ്മൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാലും നമ്മൾ ഗൂഗിൾ പേയിൽ മെസ്സേജ് വന്നാൽ പണിയാണ്. ഓഹോ, അപ്പൊ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കുന്നവരുണ്ടോ? എല്ലാം നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട പോലും ഗൂഗിൾ പേയിൽ ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞു വിട്ട ഏത് സ്ഥലത്ത് പോയാ നമ്മള് പല പൊക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. ചെറുതായിട്ട് ഒരു അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ. എന്നിട്ട് എനിക്ക് ക്യൂരിയോസിറ്റി അറിയാനുള്ള കേക്കട്ടെ. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് വേണം മനസ്സിലായോ? അത് പിന്നെ നമ്മൾ പിന്നെ എന്തായാലും വീട്ടിലേക്ക് തന്നെയല്ലേ പോകാം. ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇപ്പം നമ്മൾ പണ്ട് മുസ്ലിംസ്, ഞാൻ ഇങ്ങനെ മതം പരമായിട്ട് പറയണല്ല, പണ്ടൊക്കെ ഓത്തോളിൽ മദ്രസയിലൊക്കെ പോകുമ്പോഴേ മുസ്ലിംസിന് 4 കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് മുതലേ 4 ഓക്കെ. അപ്പോൾ അത് പിന്നെ അത് വന്നിപ്പോൾ ഒരു കല്യാണം കഴിച്ച് ഇപ്പം ഇനി ബാക്കി 4 കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എവിടെ കല്യാണം? അവിടെ എന്തിനാണ് അങ്ങനെ പറഞ്ഞ് മനുഷ്യനെ വെറുതെ ചെറുപ്പത്തിൽ തന്നെ മുസ്ലിംസിന് 4 കല്യാണം കഴിക്കാം. ഒരു കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ ഭാര്യ സമ്മതിച്ചാലല്ലേ നമുക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. എന്തിനാണ് അങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കണം മുസ്ലിംസ് തന്നെ 4 കല്യാണം വരെ കഴിക്കാം. ഇത് ഒരു കല്യാണം കഴിച്ച് പിന്നെ രണ്ടാമത്തെ കല്യാണം നമ്മൾ ആലോചിക്കാൻ പോലും നമുക്ക് ഗ്യാപ്പില്ല. കാരണം എവിടെ നിന്നൊക്കെയാണ് പാത്രം കൊണ്ട് ഏറ് വരാ. അങ്ങനെ പാത്രം കൊണ്ട് ഏറ് കിട്ടിയതിന്റെ പാടാണ് കണ്ടിരിക്കുന്നത്. ഞാനത് ഓർത്തു. ഇത് കറക്റ്റായിട്ട് ചോദിച്ചു. ഓർത്തായിരുന്നല്ലേ? ഇപ്പൊ കറക്റ്റ് സ്പോട്ട് ചോദിച്ചല്ലോ. ഇത് അതല്ല. അല്ല പിന്നെ
ഇത് വേറൊരു സംഭവം. അതെന്ത് സംഭവം? അത് എല്ലാം അങ്ങനെ ചോദിക്കാൻ പാടില്ല. ആണോ? ഒന്നും ചോദിക്കാൻ പാടില്ല. എന്നാ ഇട്ടിട്ട് ഓരോന്ന് ഇങ്ങനെ നമ്മുടെ ആകാംക്ഷയ്ക്ക് വേണ്ടിട്ട് ഓരോന്ന് ഇട്ടിട്ടങ്ങ് അത് സംഭവങ്ങളൊക്കെ ഓർത്തെടുത്തപ്പോ പേടിയായിട്ടും പാടില്ല. വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? ഇന്നിപ്പോ വീട്ടിൽ പോ, കാരണം ഇന്റർവ്യൂ ഇറങ്ങുമ്പോ ഓടിയാ മതി. ഇന്റർവ്യൂ ഒന്ന് വൈബാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. നമ്മള് കല്യാണം കഴിഞ്ഞാലും അപ്പൊ നമ്മൾ ഇന്റർവ്യൂ വൈബാക്ക, ഇന്റർവ്യൂ എങ്ങനെയെങ്കിലും അടിപൊളി ആക്കണം, അതിനു വേണ്ടി പറഞ്ഞതാണ്. നമ്മളിനിപ്പോ പ്രേമിച്ചാലും ഈ വീട്ടിലിരിക്കണ നമ്മുടെ ജീവിത പങ്കാളിയെയും കുട്ടികളെ ഇട്ടുകൊണ്ട് അവരോട് പോവാലല്ലോ. അതെ, വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരല്ലേ. 4 മണിയോട് പറയുമ്പോളൂ. 4 മണി. അപ്പൊ ജീവിതത്തിൽ 5 മണി ജീവിതത്തിലെ ടൈം ടേബിൾ ആണ് ഇത്ര സമയം തൊട്ട് ഇത്ര സമയം. നമ്മൾ ഈ പാട്ടും ഇതൊക്കെ പാടി ഇങ്ങനെ അന്നോർത്ത് ആരെയും നമ്മൾ ചതിക്കുന്നില്ല. ഇപ്പൊ ഭാര്യയുടെ പര്യായ പദമാണോ കാമുകി? അല്ല അല്ല, എന്നാലോചിച്ച് നോക്കൂ. അല്ല. എന്താണ് ഭാര്യയുടെ അർത്ഥം? എന്താ ഭാര്യയുടെ അർത്ഥം? അതെ, ലൈഫ് പാർട്ട്ണർ. കാമുകിയുടെയോ? പാർട്ട്ണർ, ലവർ. ഓ, എന്നാലും പാർട്ട്ണർ ആണല്ലോ, പാർട്ട്ണർ ആണല്ലോ. ഭാര്യ, പത്നി, അതിന്റെ കൂടെ ഉള്ള അല്ല കാമുകി. അപ്പൊ ഭാര്യനെ ചതിക്കുന്ന പോലെയല്ലേ? ഭാര്യനെ ചതിക്കരുത് കേട്ടോ, ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. ഭാര്യനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വേറൊരു ഭാര്യനായിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴല്ലേ ഭാര്യനെ ചതിക്കുന്ന പോലെയാണ്. കാമുകി ഉള്ളപ്പോ ഭാര്യ ചതിക്കുന്ന പോലെയല്ലേ? കാമുകി ഉള്ളപ്പോൾ ഭാര്യ ചതിക്കുവാനല്ല, കാരണം നമ്മൾ കാമുകിനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഏത് ലോകത്തെ ജീവിതം? 1970 ഒന്ന് ഇന്റർവ്യൂ തീരുമാനമുണ്ട്. ഒരു കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച ഒരാള് ബാച്ചിലർ അല്ലാതാവുന്നില്ല. കല്യാണം കഴിച്ച ആളെങ്ങനെയാണ് ബാച്ചിലർ ആവുന്നേ? അതെ, അല്ല അതങ്ങനെ നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിച്ചു, ഒരു കുട്ടിയായി എന്ന് വിചാരിച്ച് നമ്മളൊരു വയസ്സനായി മാറി ഒരു വടി കുത്തി പിടിച്ച് നടക്കാനല്ലല്ലോ. പൈപ്പ് പിടിച്ച് ചില്ല് ചെയ്ത് നിൽക്കുക, ചിൽ കുപ്പിച്ചിൽ. എന്നിട്ട് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യാ? അവിടത്തെ മാനവല്ല, വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലൊരാളാവുക. വീടിന്റെ പുറത്ത് എന്താണ്? വീടിന്റെ തൊട്ട് പുറത്താ. വീടിന്റെ തൊട്ട് പുറത്തായാലും പ്രശ്നമില്ല. നമ്മള് ഇതിപ്പോ ചോദിച്ച് വന്ന് ഇതിപ്പോ അറിയാൻ പാടാത്ത കാര്യങ്ങൾ കൂടെ ആളുകൾക്ക് മനസ്സിലാവണ പോലത്തെ ഒരു ഇന്റർവ്യൂ ആയി. ഒരു ഗസല് വരുത്തി വെച്ച വിനയാണ്. ഞാനൊരു ഗസല് തുടങ്ങി. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇല്ല, നമ്മളിപ്പോ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞാൽ സീരിയസ് ആണോ അല്ലെങ്കിൽ തമാശയാണോ ആ മുഖത്തെ ഭാവങ്ങൾ എനിക്ക് അതായത് ശരിക്കും ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീർ, വയലാറോ അതുപോലുള്ള കവികൾ ഇപ്പൊ ഉള്ള എല്ലാത്തിലും പ്രണയം ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോ മ്യൂസിക്കിനെയാണ് പ്രണയിക്കുക, സംഗീതത്തെ പ്രണയിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരു എല്ലാം ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും. പ്രണയം എന്ന് പറഞ്ഞാൽ പെണ്ണിനോട് മാത്രം ആവരുത്, ആണിനോടും തോന്നാം പെണ്ണുങ്ങൾക്ക്. ബൈസെക്ഷൽ ആണോ? അല്ല, ഈ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോട് തോന്നാം. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു ബൈസെക്ഷൽ എന്ന് വെച്ചാൽ ആണിനോടും തോന്നിയാണല്ലോ. അല്ല, ഞാന് പെണ്ണിനോടാവരുത് ആണിനോടും തോന്നാന്ന് പറഞ്ഞപ്പോ നമ്മള് വിഷയത്തിൽ തെന്നി മാത്രമല്ല, അതെ, നല്ല രീതിക്ക് തെന്നി അങ്ങ്. പിന്നെ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാണ്. സിനിമയിലെ ഡയലോഗ് തന്നെ, നമ്മുടെ ആടിലെ ഡയലോഗ് പോലെയാണ്. എനിക്ക് അവിഹിതമൊന്നുമില്ല, എനിക്കുള്ളത് നല്ല നല്ല ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരാളായിട്ട് അവിഹിതത്തിലാവുമ്പോൾ ഞാൻ അതൊക്കെ അതായത് നമ്മള് എന്ത് റിലേഷനിലായാലും അതിന്റെ മാന്യമായുള്ള രീതിയിൽ. ഇപ്പൊ വരും കമന്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആങ്കർ എങ്ങനെ ഇത് ഇപ്പോഴെന്ത് ഇങ്ങനത്തെ ചോദിച്ചിട്ട് വരും. ഇല്ല, ചോദിച്ചോ? ആണല്ലേ, മനസ്സിലുള്ളതൊക്കെ അങ്ങനെ ചോദിച്ചോ. സന്തോഷമായി. കുട്ടികളല്ലേ. ഓക്കെ, ഞാനിങ്ങനെ കൂളായിട്ട് കാഷ്വലായിട്ട് ചോദിച്ചു വന്നപ്പം നമ്മളൊരു ഗസലിൽ അതെ അതെ വേറെ വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ, അതെ, പലതിലും എത്തി. അത് പറഞ്ഞു വരുമ്പോ നമുക്കുള്ള ഒരു അതെ അതാണ്. അതൊക്കെ പോട്ടെ, ഇനി എന്തൊക്കെയാണ് എന്നിട്ട് ഭാവി പരിപാടികള്? ഞാനാണോ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത്? ഇന്റർവ്യൂ ആയിട്ട് മുന്നോട്ട് പോകാനാണോ അല്ലെങ്കിൽ
വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ആഗ്രഹങ്ങള് പ്രേക്ഷകരോട് പറയുക. ഓക്കെ, എന്റെ ആഗ്രഹം എന്ന് വെച്ച് ഒരു അറബി ചെറുക്കനെ കല്യാണം കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ കല്യാണം ദുബായിൽ പോയി കല്യാണം കഴിക്കണം. അല്ലല്ല, കല്യാണം കഴിക്കണ്ട, കല്യാണമല്ല. എന്റെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്റെ കരിയർ ബിൽഡ് ചെയ്യുക, പിന്നെ സ്ക്രീനിലൊക്കെ ഒന്ന് വരിക, അങ്ങനെ സ്ക്രീനിലല്ലേ നമ്മൾ വന്നേ? ആ സ്ക്രീനല്ല, സിനിമയിലാണോ? മിനി സ്ക്രീനിലൊക്കെ വരിക, ചെറിയ ചെറിയ ആഗ്രഹം. എന്നിട്ട് പിന്നെ വേറെ അല്ല, പിന്നെ എന്നാ പറയാ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക, അങ്ങനെ 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 ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കുക. അതിപ്പം ആ രീതിയിൽ ജീവിക്കുക എന്നുള്ളൊക്കെ കുഞ്ഞു 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 ആഗ്രഹങ്ങൾ. ഇങ്ങനെ 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 ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ എനിക്കുള്ളൂ. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. പിന്നെ ഭാവിയിൽ ഒന്ന് സെറ്റായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളൊക്കെ തുടങ്ങുക. മിനി സ്ക്രീനിൽ ആരുടെ കൂടെ അഭിനയിക്കാനാ താല്പര്യം? മിനി സ്ക്രീനിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ പ്രത്യേക ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഈ അടുത്തിടെ ആരുടെ പേരായിട്ട് അഭിനയിക്കാനാ തോന്നിയത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പേരായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാ എനിക്കങ്ങനെ അല്ലല്ല, എനിക്ക് മിനി സ്ക്രീനിൽ എന്ന് പറയുമ്പോ ഞാനിങ്ങനെ ഓരോ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണ്. അതെ, അങ്ങനെ തോന്നും. ഇപ്പോൾ വേറൊരു സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ടോവിനോ ആൻ്റെയോട് അഭിനയിക്കാം. പിന്നെ വേറെ കാണുമ്പോൾ നമുക്ക് തോന്നും ഉണ്ണിമൂന്തരോട് അഭിനയിക്കാം. വേറെ കാണുമ്പോൾ ഫഹദ് ഫാസിലിനോട് അഭിനയിക്കാം. അങ്ങനെ അങ്ങനെ ഓരോ തോട്ടം. അല്ലാതെ എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ ആഗ്രഹങ്ങളൊന്നും. നല്ല കഥാപാത്രങ്ങൾ കിട്ടാൻ. സിനിമയിലേക്ക് വരാൻ പോണ ഒരാളാണ്. ഞാൻ വന്നില്ലല്ലോ, ഞാൻ സിനിമ കേറിയിട്ടില്ല. ആഗ്രഹമുണ്ട്, നമ്മൾ പിന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് നമുക്ക് ലോട്ടറി അടിച്ച് ഒരു 12 കോടി, അതിന്റെ റിയാക്ഷൻ എങ്ങനെയാ ഒന്ന് കാണിക്കുക? അല്ല, ഞാനിങ്ങനെ തുള്ളിച്ചാടും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തുള്ളിച്ചാടും. എന്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് എക്സൈറ്റഡ്, ഭയങ്കര തുള്ളിച്ചാടും. അതാണ്. ഇതെന്താണ് ഓഡിഷനോ? അപ്പൊ അങ്ങനെ എന്തായാലും കുറച്ച് നാളായിട്ട് ഞാൻ ഒളിച്ചു നടക്കായിരുന്നു എന്നെ ഈ ചാനലിലൂടെ പിന്നെയും ഈ കലാരംഗത്തേക്ക് കൈപിടിച്ചുയർത്തുന്ന നമ്മുടെ ഞാൻ ഒളിച്ചിരിക്കല്ലായിരുന്നു, പാട്ട് എഴുതിക്കൊണ്ടിരിക്കുക, പാട്ട് കമ്പോസ് ചെയ്യുന്ന. എനിക്ക് തമിഴ് സിനിമയിൽ അഭിനയിക്കാനായിട്ട് എന്തെങ്കിലും അവസരം വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണോട്ടോ. എനിക്ക് തമിഴായിട്ട് കണക്ഷൻ ഇല്ല. വേണ്ടേ, വെറുതെ പറഞ്ഞെന്നുള്ളൂ. ചിലപ്പോ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു തമിഴ് അല്ലേ, തമിഴിലെ ഏതെങ്കിലും തമിഴ് പടത്തിൽ വരാണെങ്കിൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും വേണ്ടല്ലോ അല്ലേ? അതെങ്ങനെ വെച്ച് ലുക്കില്ലേ തമിഴ് ലുക്കില്ലേ? നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്ന ലുക്കല്ലേ ഉള്ളൂ. ആളുടെ ഒരു എക്സ്പ്രഷൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു എന്നെ കളിയാക്കണോ വിചാരിക്കണം. ഞാൻ നോർമലായിട്ട് ഇന്റർവ്യൂവിനായിട്ട് നമ്മൾ അങ്ങനെ ആള് മാറിയൊന്നുമല്ല. ഇതാണ് റിയൽ ആയിട്ടുള്ള പരീക്കുട്ടി, ഇതാണ് റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ കമ്പോസ് ചെയ്ത പാട്ടൊക്കെ ഉടനടി ഇറക്കാൻ വേണ്ടി സാധിക്കട്ടെ. അപ്പം ഇനി മിനി സ്ക്രീനിൽ അടിപൊളി ക്യാരക്ടർ. ഇനിയിപ്പോൾ കപ്പ്യാരുടെ റോളാണ്, പിന്നെ നമ്മുടെ ഷൈൻ ടോം ചാക്കോന്റെ പടത്തിൽ കപ്പ്യാരുടെ റോളൊക്കെയാണ്. അപ്പം ഇനിയും വലിയ വലിയ റോളുകളായിട്ട് നമുക്ക് മിനി സ്ക്രീനിലൊക്കെ കാണാൻ സാധിക്കട്ടെ, വലിയ നിലയിൽ എത്തിച്ചേരട്ടെ. നാളെ എനിക്ക് പറയാം പരീക്കുട്ടീനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തെന്നുള്ളത് പറയാം, ഇപ്പോഴേ പറയാം. കാരണം ഇപ്പോഴേ ആള് ഫേമസ് ആണ്. എനിക്ക് പറയാലോ. ഓക്കെ, അപ്പൊ പ്രേക്ഷകരോട് ലാസ്റ്റ് ആയിട്ട് എന്താ പറയാനുണ്ട്? ഓക്കെ, ഇത് പിന്നെ അതായത് പരീക്കുട്ടിയുടെ ട്രേഡ് മാർക്കാണ് ചിൽ ചിൽ കുപ്പിച്ചില്ല. അല്ല, ഞാൻ പ്രേക്ഷകർ ചില്ലായിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തു. പിന്നെ എല്ലാവരും അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കേസില്ല. നിങ്ങളെക്കാൾ വലിയ ടെൻഷനുള്ള ആളുകളുണ്ട് ഈ ലോകത്ത്. അപ്പൊ എന്നാലും നമ്മുടെ ടെൻഷനാക്കി നമുക്ക് വലുത്. എന്നാലും സന്തോഷത്തോടെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ എപ്പോഴും പറ്റില്ലെങ്കിലും നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകാതിരിക്കുക. അപ്പം വളരെ നല്ലൊരു മെസ്സേജാണ് തന്നിട്ടുള്ളത്. പിന്നെ വൈബ് ചിന്തിച്ചിരുന്നാൽ മതി. അതെ, ചിന്തിച്ചിരുന്നാൽ മതി. എന്തെങ്കിലും പിന്നെ പരിപാടിയൊക്കെ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം അല്ലേ? അതെ, ജീവിതത്തിൽ കുറേ നല്ല നല്ല പാഠങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഇത്രയുള്ള ഇന്റർവ്യൂ
പോരെ? അയ്യോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ. എന്തെങ്കിലും എന്നാലും ഒരു 2 ക്വസ്റ്റ്യൻസ് പറയാം. എന്നെ കൊണ്ട് ചോദിപ്പിച്ചടങ്ങും. എന്റെ ഉള്ളിൽ ആ ഭീകരി ശാലുവിനെ എടുത്ത് അത് വേണ്ട. അയ്യോ, എന്നോട് ആദ്യം വന്നപ്പോ പേടിച്ചോണ്ട് എന്ത് ക്വസ്റ്റ്യനെ ചോദിക്കാൻ പോണേ, പിന്നെ ചോദിച്ചതിന് അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ പാവം പരിക്കുട്ടിനെ നമ്മള്. എന്തായാലും അടിപൊളി ഇന്റർവ്യൂ, നല്ല അടിപൊളി. താങ്ക് യു. അപ്പൊ എന്നെ കൊണ്ട് ഫണ്ണി കണ്ടന്റ് പറ്റുന്ന മനസ്സിലായില്ല. എന്റെ സീരിയസ് സാധനങ്ങളെ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലേ? കണ്ടില്ലേ? ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ ലൈവായിട്ട് എന്റെ ഇന്റർവ്യൂ കണ്ടല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ചാനലിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സോ മച്ച്.